ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിതാ ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ മെനക്കെട്ട പണിയിലാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം ട്രോഫിയും വാങ്ങി വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ട്രോഫിയും മെഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം എടുത്ത് താഴെ വെച്ച് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പോയി എടുത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതാ കുറേ പൊടി പിടിച്ചിട്ടുണ്ട് ട്രോഫിയും മെഡലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് മോൻ പറഞ്ഞു ഇന്ന് എന്തായാലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ഇതാ ഇറങ്ങിയിട്ടുള്ളത്. അവനിതാ മുകളിൽ കയറിയിട്ട് എല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. അവനിങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനമാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ താഴെ ഇല്ല ഇതും എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് നമ്മൾ. ഇതാ കുറേ മെഡലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ മോനും ഏട്ടനും ഒക്കെ കിട്ടിയതാണ്. പിന്നെ അനിയന് കിട്ടിയതും ഉണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കേണ്ട പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സൺഡേ ആണ്. അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പ് കാരണം ജലദോഷവും ചുമയൊക്കെയാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ വല്ലാണ്ട് പോയിട്ടായില്ലതേ. അങ്ങനെ ക്ലോക്കും എല്ലാം എടുത്തിട്ട് അവൻ ഏതായാലും തുടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എന്താ പറയേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആർക്കെങ്കിലും സ്പോർട്സിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ വീട്ടിലെല്ലാവരും ഇങ്ങനെ സ്പോർട്സും ഗെയിംസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ മത്സരങ്ങളും പങ്കെടുക്കാറുണ്ട്. പങ്കെടുത്തതിനൊക്കെ ഇതുപോലെ ട്രോഫിയൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് വരാറ്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ട്രോഫി നമുക്ക് ഫിക്സാണ്. ആ ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് പിന്നെ നല്ല നനഞ്ഞ തുണിയൊക്കെ എടുത്ത് തുടച്ച് ക്ലീനാക്കി വെക്കും. ഇനിയിപ്പോൾ ഇത് അടുത്ത ഒരു വിഷുവിൻ്റെ സമയത്തോ നമ്മൾ വിഷുവിന് ഓണത്തിന് അങ്ങനെയൊക്കെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യില്ലേ, ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം എടുത്തിട്ട് താഴെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് മേലെ കയറ്റാറുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്തു വെച്ചതാണ്. ഇതാ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, ഇത് നമുക്കിങ്ങനെ വീട്ടിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ പങ്കെടുത്ത ഇതിനൊക്കെ ഇങ്ങനെ കുറേ ട്രോഫിയൊക്കെ കിട്ടി നമുക്ക് ഡെയിലി ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു സ്പിരിറ്റ് അല്ലേ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിതാ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്ത വിഷു വരെ നമുക്ക് സേഫായിട്ട് ഇവിടെ ഇരിക്കും. വിഷുവിൻ്റെ സമയത്ത് നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് ആദ്യം താഴെ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആദ്യം എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ക്ലീനാക്കി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ച വരെയുള്ള പണി ഇതായിരുന്നു. മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ടി വിൻ്റെ അങ്ങോട്ട് ടി വി കാണാനിരിക്കുമ്പോഴും എപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു എനർജി